ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്പിൾ ഡോക്യുമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്, യൂസിങ് എക്സൽ ആൻഡ് വേർഡ്. അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും, അതായത് ഇപ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും അതേപോലെ ഓഫീസസിലാണെങ്കിലും ചില സമയത്ത് നമുക്ക് അങ്ങനത്തെ ആവശ്യങ്ങൾ വരാറുണ്ട്. അതായത് നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലെ നമുക്ക് ഇതിപ്പോൾ ഒരു സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ് എടുത്തതാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ റോൾ നമ്പർ ഉണ്ട്, കുട്ടിയുടെ നെയിംസ് ഉണ്ട്, അവരുടെ ഡിഫറെൻറ്റ് സബ്ജക്റ്റുകൾ കിട്ടിയ മാർക്കുകൾ, അതേപോലെ തന്നെ ടോട്ടൽ മാർക്ക്, അതിൻ്റെ പെർസെൻറ്റേജ്, അതുപോലെ പെർസെൻറ്റേജ് ഇൻ വേർഡ്സ്, ദെൻ അറ്റൻഡൻസ്, ആ കുട്ടിയുടെ അറ്റൻഡൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒരു പ്രോഗ്രസ് കാർഡ് പോലെ നമുക്ക് എങ്ങനെ വേർഡ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പറയാൻ പാടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ടു ഗെറ്റ് മോർ വീഡിയോസ് ലൈക്ക് ദിസ്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിന് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് ഒരു എക്സൽ ഫയലാണ്. അപ്പോൾ ആ എക്സൽ ഫയലിൽ നമ്മുടെ എല്ലാ ഡാറ്റാസും വേണം. ഇപ്പോൾ ഓഫീസസിലാണെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റാഫിൻ്റെ പേര്, അവരുടെ ഇമെയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ദെൻ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ടെംപ്ലേറ്റാണ്. ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേർഡിൽ ചെയ്യാവുന്നതാണ്. അതായത് ഏത് ഫോർമാറ്റിൽ നമുക്ക് ഔട്ട്പുട്ട് വരണ്ടേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രസ് കാർഡ് ടൈപ്പാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ വേർഡിൽ ഒരു ഫോർമാറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇങ്ങനെ അതായത് സിമ്പിളായിട്ട് ഇങ്ങനെ പ്രോഗ്രസ് കാർഡ് എന്ന് എഴുതി, സ്കൂളിൻ്റെ നെയിം എഴുതി, സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ദെൻ ഡിഫറെൻറ്റ് മാർക്കുകൾ ആൾക്ക് കിട്ടിയേക്കുന്നത്, പിന്നെ ടോട്ടൽ മാർക്ക്, പെർസെൻറ്റേജ് മാർക്സ്, അതുപോലെ പെർസെൻറ്റേജ് ഇൻ വേർഡ്സ്, അത് ഞാൻ അത് അഡീഷണൽ ആയിട്ടൊന്ന് കൊടുത്തതാണ്. അതേപോലെ അറ്റൻഡൻസ്. അപ്പോൾ ഈ ഡാറ്റാസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എക്സലിൽ നിന്ന് ഇങ്ങോട്ട് ഫെച്ച് ചെയ്ത് എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ വേർഡിലുള്ള മെയിൽ മെർജിങ് എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മെയിൽ മെർജിങ് മെയിൻലി ഉപയോഗിക്കുന്നത് മെയിൽസ് അയക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിലുകൾ നമുക്ക് ഓൺലൈനായിട്ട് അവരുടെ പേരുകളും കാര്യങ്ങളും നമുക്ക് മാറ്റേണ്ടതുണ്ട്. ടു അഡ്രസ്സ്, ഫ്രം അഡ്രസ്സ്, ഈ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പർപ്പസിൻ്റെ പകുതി വരെ നമ്മൾ ചെയ്യേണ്ടാവുള്ളൂ. കാരണം അതിനൊരു 6-7 സ്റ്റെപ്സ് അവൈലബിൾ ആണ് മെയിൽ മെർജിൽ. പക്ഷേ നമുക്ക് ഇവിടെ ഒരു 3 സ്റ്റെപ്പ് ആകുമ്പോഴേക്കും നമുക്ക് വേണ്ട ഇപ്പോൾ ഒരു 6 കുട്ടികളാണെങ്കിൽ 6 കുട്ടികളുടെ ഒരു പ്രോഗ്രസ് കാർഡ് ഇത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് നമ്മളത് വെച്ച് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതിന് വേണ്ടി നമ്മളെന്ത് ചെയ്യുന്നത്, നമ്മളിപ്പോൾ എക്സലിലേക്ക് പോകുന്നു. ഇപ്പോൾ കുട്ടികളുടെ പേര് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 50-ലാണ് മാർക്കെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡിഫറെൻറ്റ് മാർക്സ് നമ്മളിപ്പോൾ വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മാർക്കുകൾ ഡിഫറെൻറ്റ് സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഡിഫറെൻറ്റ് സ്റ്റുഡൻസ് നമ്മൾ ഡിഫറെൻറ്റ് മാർക്സിൽ കൊടുത്തു. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, ചില കുട്ടികൾക്ക് എല്ലാത്തിനും നല്ല മാർക്കാണ്, ചില കുട്ടികൾക്ക് കുറച്ച് മാർക്ക് കുറവാണ്. കാരണം ഞാനിപ്പോൾ സെയിം മാർക്ക് കൊടുത്ത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദെൻ ഓട്ടോമാറ്റിക്കലി അത് വേർഡ്സിൽ വന്നിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഈ വേർഡ്സിൻ്റെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക, എങ്ങനെ നമുക്ക് വേർഡ്സിൽ ടൈപ്പ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, ദെൻ അറ്റൻഡൻസിൻ്റെ നമ്പേഴ്സിനെ കുറിച്ച് പറയണ്ട. അപ്പോൾ അറ്റൻഡൻസ് നമുക്കിവിടെ ഒരു, അപ്പോൾ ആ കുട്ടിക്ക് അറ്റൻഡൻസ് ഒരു 80% എന്ന് വിചാരിക്കാം. പിന്നത്തെ കുട്ടിക്ക് ഒരു 89, അല്ലെങ്കിൽ നമുക്ക് അറ്റൻഡൻസുകൾ ഇങ്ങനെ നമ്മളിങ്ങനെ കൊടുത്തു. എല്ലാം ഞാനൊന്ന് വെറുതെ ഒന്ന് സെൻട്രലൈൻ ചെയ്ത് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു സേവ് ദിസ് ഫയൽ. അപ്പോൾ സേവ് ചെയ്യാനായിട്ട് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് റോയിൽ എപ്പോഴും വേറെ മെർജിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ പാടില്ല. കറക്റ്റ് ആ ഒരു ഇത്, സപ്പോസ് ഇതിൻ്റെ മുകളിൽ വേറെ റോ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ലൈൻ മസ്റ്റ് ബി ഹെഡർ. പിന്നെ വേറെ മെർജിങ്ങും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ കുറച്ച് ടഫായിരിക്കും. അപ്പോൾ എപ്പോഴും ഒന്നാമത്തെ റോ എപ്പോഴും നമ്മൾ ടൈറ്റിൽസ് ആക്കി വയ്ക്കുക. ദെൻ അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഡാറ്റ, നമുക്ക് എത്ര വേണം ഡാറ്റ കൊടുക്കും, ഒരു 10-200 കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഫുൾ ഡീറ്റെയിൽസും ഡാറ്റാസൊക്കെ നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ വേർഡ്സ് എങ്ങനെ വരുന്നതെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. അപ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഐഡിയ എങ്ങനെയാണ് നമുക്ക് വേർഡ്സിൽ ഓട്ടോമാറ്റിക്കലി വരിക എന്നത് മനസ്സിലാക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യണപ്പോൾ ഞാൻ ബുക്ക് 1 തന്നെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഡൗൺലോഡ്സിനാണ് ബുക്ക് 1 എന്ന് പറഞ്ഞത് സേവ് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഡൗൺലോഡ്സിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബുക്ക് 1 എന്ന് പറഞ്ഞ ഫയൽ നെയിമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സേവ് ചെയ്യുന്നു. ഓക്കെ, എസ് കൊടുത്താൽ മതി സേവ് ചെയ്യുമ്പോൾ. കാരണം നമ്മൾ ഒരു കമാൻഡ് VB നമ്മൾ ഒരു കമാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം ഓട്ടോമാറ്റിക്കലി നമ്പർ വേർഡായിട്ട് മാറാൻ വേണ്ടി, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചോദിക്കുന്നത്. നമ്മൾ എസ് കൊടുക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക്കലി സേവ് ആയി. ഡൗൺലോഡ്സിലാണ് നമ്മൾ സേവ് വെച്ചേക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള വേർഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ വേർഡിൽ നമുക്കറിയാം ഈ റോൾ നമ്പർ ഇത് കോമൺ ഡാറ്റയാണ്. കാരണം എല്ലാ കുട്ടികളും ചിലപ്പോൾ സെയിം സ്കൂൾ അല്ലെങ്കിൽ സെയിം കോളേജ് അവിടേക്കും ഉണ്ടാവും. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡാറ്റ ഫെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു വാല്യൂ നമുക്കവിടെ കൊടുത്ത് വെക്കാവുന്നതാണ്. കോൺസ്റ്റൻ്റ് എല്ലാത്തിലും ഇത് പ്രിൻറ്റ് വരുമ്പോൾ അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ സേവ് ചെയ്തേക്കുന്നത് ഡൗൺലോഡ്സിലാണ്. അതിനുശേഷം നമ്മളിവിടെ മെയിലിങ്സ് എന്ന് പറഞ്ഞ ടാബ് ഉണ്ട് വേർഡിൽ. അതിനകത്ത് പോയി കഴിഞ്ഞാൽ യു ക്യാൻ സി സ്റ്റാർട്ട് മെയിൽ മെർജ്. ആ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് എന്ന ഓപ്ഷൻ ഇവിടെ കിട്ടും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യും.
അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് ഇവിടെ ലെറ്റേഴ്സ് എന്ന സെക്ഷൻ വരും. ഇതിനകത്ത് സ്റ്റെപ്പ് 1 അത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ലെറ്റേഴ്സിനെ കൊടുത്താൽ മതി, നമുക്കിവിടെ ലെറ്റേഴ്സിനെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. അതിനുശേഷം യൂസ് ദ കറണ്ട് ഡോക്യുമെൻറ്റ്, ഈ ഡോക്യുമെൻറ്റാണ് നമുക്ക് ചേഞ്ചസ് കാര്യങ്ങൾ വരുത്തേണ്ടത്. അപ്പോൾ അത് യൂസ് ദ കറണ്ട് ഡോക്യുമെൻറ്റ് തന്നെ കൊടുത്താൽ മതി, വേറെ ടെംപ്ലേറ്റ് ഒന്നും കാര്യത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കണം എന്നുള്ളൊരു കാര്യമുള്ളൂ. പിന്നെ നമുക്കിവിടെ വാരിയബിൾസ് കാര്യങ്ങളൊന്നും തന്നെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ എം ടി സ്പേസ് വിട്ടാൽ മതി ഇവിടെ. കാരണം ഇപ്പോൾ സ്റ്റുഡൻറ്റ് നെയിം മാറി മാറി വരും, റോൾ നമ്പർ മാറി മാറി വരും, മാർക്സ് മാറി മാറി വരും, ഇതൊക്കെ മാറി മാറി വരും. നമ്മളൊന്നും വാരിയബിൾസ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, നമ്മൾ എം ടി ആയിട്ട് വിടാം. നെക്സ്റ്റ് സ്റ്റെപ്പ് 2 വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നു. കാരണം ഈ സെയിം ഡോക്യുമെൻ്റ് ആണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഓൾറെഡി സെലക്റ്റഡ് ആണ് പ്രോഗ്രസ് കാർഡ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യത്തിൽ പോകേണ്ടത്. അതായത് നമുക്കിവിടെ എവിടെ നിന്നാണ് നമുക്ക് റെസിപ്പിയൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. ശരിക്കും ഇതൊരു മെയിലിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷനാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ വേറെ വല്ല പർപ്പസുകൾ കൂടി ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ റെസിപ്പിയൻസിൻ്റെ പേരും വിവരങ്ങളൊക്കെ നമ്മൾ ഇട്ടേക്കുന്നത് നമ്മുടെ എക്സൽ ഫയലിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു തരത്തിലാണ് ഇത് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. ശരിക്കും ഇത് മെയിലിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ളതുകൊണ്ട് ഇങ്ങനെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡൗൺലോഡ്സിലേക്ക് സെക്ഷനിലേക്ക് പോകണം. അപ്പോൾ ഡൗൺലോഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ബുക്ക് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഡാറ്റ ഉണ്ട് ഇവിടെ ഓൾറെഡി. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പോപ്പപ്പ് വരും. അതിനകത്ത് ഷീറ്റ് 1 ആണ് അവർ സെലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് റോ ഡാറ്റ കണ്ടെയ്ൻസ് ഹെഡേഴ്സ്. ആദ്യത്തെ റോ എന്ന് പറയുന്നത് ഹെഡേഴ്സ് ആയിരിക്കണം മസ്റ്റായിട്ട്. നമ്മൾ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൾറെഡി. ഓക്കെ, ദെൻ ജസ്റ്റ് ക്ലിക്ക് ഓക്കെ. ഇത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ആദ്യത്തിലുള്ള ഡാറ്റ ഫെച്ച് ചെയ്യും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ആ കൂടി 5 സ്റ്റുഡൻസ് ഉള്ളൂ. പക്ഷേ അത് എത്ര സ്റ്റുഡൻസ് കൂടുതലായാലും ഓട്ടോമാറ്റിക്കലി അത് അടിയിലേക്ക് അടിക്ക് ഇഷ്ടം പോലെ വന്നു. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 100,000 കുട്ടികളായാലും ഒരു പ്രശ്നമില്ല സിസ്റ്റത്തിന്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഫെച്ച് ചെയ്ത് വരും. ദെൻ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ഓക്കെ ചെയ്യാം. ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ലൈൻസൊക്കെ ആക്റ്റീവായി വരും. സോ യു ക്യാൻ സി ഇൻസെർട്ട് മെർജ് ഫീൽഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് മെർജ് ഫീൽഡ് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമുക്ക് റോൾ നമ്പറാണ് വേണ്ടത്. ഞാനപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പേസ് ഇട്ടിട്ട് ഇവിടെ നമുക്കിവിടെ റോൾ നമ്പറാണ്. അപ്പോൾ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണാം, വി ക്യാൻ സി ദ ഹെഡേഴ്സ്. നമ്മുടെ എക്സലിൻ്റെ ഹെഡേഴ്സ് ഇവിടെ കാണാം. അത് റോൾ നമ്പർ കണ്ടോ, അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ ഫെച്ച് ചെയ്ത് വരും. സോ റോൾ നമ്പർ നമ്മൾ സെലക്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് നെയിമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ നെയിം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇംഗ്ലീഷിൻ്റെ മാർക്കാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ മാർക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇൻസേർട്ട് മെർജ് ഫീൽഡിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ENG സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അടുത്തത് മലയാളത്തിൻ്റെ മാർക്ക് വേണം നമുക്ക്, മലയാളം. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫിസിക്സിൻ്റെ മാർക്ക് വേണം, ഫിസിക്സ്. ദെൻ കെമിസ്ട്രിയുടെ മാർക്ക് വേണം, കെമിസ്ട്രി. ദെൻ ബയോളജിയുടെ മാർക്ക് വേണം, ബയോളജി. ആൻഡ് മാത്സിൻ്റെ മാർക്ക് വേണം, അപ്പോൾ നമ്മൾ മാത്സ്. ഇനി അതിനുശേഷം നമ്മൾ എവിടെയാണോ ടോട്ടൽ നമുക്ക് വരേണ്ടത്, ടോട്ടൽ നമുക്ക് വേണ്ടത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടാബ് അടിച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ദെൻ ടോട്ടൽ മാർക്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ടോട്ടൽ കൊടുക്കുന്നു. ദെൻ ഇവിടെ പെർസെൻറ്റേജ് മാർക്ക്, നമ്മൾ എത്രയാണ് പെർസെൻറ്റേജ് വന്നേക്കണേ. ഓക്കെ, ഇവിടെ ഓട്ടോ മെർജ് ഫീൽഡ് എന്നാണ് അത് വന്നേക്കണം. ഓട്ടോമാറ്റിക്കലി പെർസെൻറ്റേജിൻ്റെ ആ സിമ്പിൾ കൊടുത്തുകൊണ്ടാണത്. അവിടെ വേർഡ്സ് എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഓക്കെ, ഇതാണ് ആ ഒരു കോളം വന്നേക്കണേ. ദെൻ അതുകൊണ്ടാണ് ആ പേരവിടെ വരാൻ കാരണം കേട്ടോ. പിന്നെ ഇൻ വേർഡ് എന്ന് പറഞ്ഞാൽ ഇൻ വേർഡ്സ് എന്ന് ഉദ്ദേശിച്ചത് പെർസെൻറ്റേജ് ഇൻ വേർഡ്സ് നമ്മൾ എഴുതുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ വന്നേക്കുന്നത്. നെക്സ്റ്റ് അറ്റൻഡൻസ്. അപ്പോൾ അറ്റൻഡൻസിൻ്റെ ടാബ് നമുക്ക് ഏറ്റവും അവസാനത്തെ കോളാണ് അറ്റൻഡൻസ്. അപ്പോൾ നെയിം കൊടുക്കുമ്പോൾ കറക്റ്റ് ആ നെയിമായിട്ട് പറ്റുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഈ അറ്റൻഡൻസ് നമ്മൾ ബോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്കത് ബോൾഡ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കിപ്പോൾ സപ്പോസ് ഈ പെർസെൻറ്റേജിൻ്റെ സംഭവം കുറച്ചുകൂടി വലിപ്പം കൂട്ടണമെന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോമിൽ പോയിട്ട് നമ്മൾ കുറച്ച് വെറുതെ നമ്മളിത് കൂട്ടി വെച്ചാൽ മതി സിമ്പിളായിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കൂടും. ഇനിയിപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ ഇത് സെൻട്രൽ അലൈൻ ചെയ്യണം. അപ്പോൾ അങ്ങനെ സെൻട്രൽ അലൈൻ കൊടുക്കുക. ബോൾഡ് ആണെങ്കിൽ കൺട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ബോൾഡ്. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ഈ മെയിൽ മെർജിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത്, കാരണം ശരിക്കും ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് 4 സ്റ്റെപ്പ് 5 സ്റ്റെപ്സ് ഒക്കെ കഴിയാൻ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് മെയിലൊക്കെ പോകാനുള്ള സെറ്റപ്പിനാണ് നമ്മളിത് ചെയ്യാറ് സാധാരണ രീതിയിൽ. പക്ഷേ നമുക്കിവിടെ PDF ജനറേറ്റ് ചെയ്താൽ മതി. അതിന് ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഡാറ്റ ഫെച്ചിങ് ഒന്നും അവർ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെയിമും കൂടി ബോൾഡ് ചെയ്യാം. കാരണം സ്റ്റുഡൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസ് നെയിം നമുക്കൊന്നും ബോൾഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം, പ്രിവ്യൂ റിസൾട്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ഫസ്റ്റ് ഡാറ്റ ഫെച്ച് ചെയ്തിട്ട്
റിസൾട്ട് ഇവിടെ കാണിച്ചിട്ട് കണ്ടോ, റോൾ നമ്പർ 1 നെയിം അജിത്താണ് വന്നേക്കണം. എല്ലാത്തിനും സെയിം മാർക്കാണ് ഞാൻ കൊടുത്തേക്കണം. അതുകൊണ്ടാണ് സെയിം മാർക്ക് 70. കാരണം 70 കുറച്ച് വലിപ്പം കൂടുതലാണ് നമുക്കവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ കാണാൻ പറ്റും ഓൾറെഡി 35-70% വന്നേക്കുന്നത്. 210 ടോട്ടൽ വന്നേക്കുന്നത് അജിത്തിന്. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ 92 അർജുനാണ് 92 കിട്ടിയേക്കുന്നത്, ആൾക്ക് 46 വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ആരോ മാർക്ക് ഉണ്ടോ 1, ഇത് നമുക്ക് നെക്സ്റ്റ് അടിച്ച് 2 ആക്കാം, 3 ആക്കാം. നമുക്ക് ടെസ്റ്റ് ചെയ്യണം, ചെക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൂന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ആ മാർക്ക് എല്ലാതും സെയിമാണ് ഞാൻ കൊടുത്തേക്കണേ. അപ്പോൾ 276 92%, 92 ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. അതിൻ്റെ അറ്റൻഡൻസ് 96% വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ PDF ഡെവലപ്പ് ചെയ്യണം. അതും വളരെ സിമ്പിളാണ്. ഫിനിഷ് ആൻഡ് മെർജ്. ഇപ്പോൾ ഇവിടെ PDF പ്രിൻ്റ് ഡോക്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ പ്രിൻ്റ് ഡോക്യുമെൻ്റ് കൊടുത്താൽ പ്രിൻറ്റിൻ്റെ സെക്ഷനിലേക്ക് വരും. പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു എല്ലാ ഡോക്യുമെൻറ്റും എനിക്ക് പ്രിൻ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഫ്രം 1 to 3 ആണോ, ഏത് മുതൽ ഏത് വേണമെങ്കിൽ പ്രിൻ്റ് ചെയ്യേണ്ട ആ വാല്യൂ കൊടുക്കും. അപ്പോൾ എനിക്കിവിടെ എല്ലാ 5 ഡോക്യുമെൻ്റ് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾ സെലക്ട് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു PDF പ്രിൻ്റർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അഡോബിൻ്റെയോ അല്ലെങ്കിൽ ഒരു PDF ക്രിയേറ്റർ, PDF ആർക്കൈവ്, അങ്ങനെ കുറേ സിസ്റ്റംസ് നമുക്ക് PDF പ്രിൻറ്റേഴ്സ് അവൈലബിൾ തന്നെയുണ്ട് നെറ്റിൽ. നമ്മൾ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് PDF ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന അഡോബിൻ്റെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ പ്രിൻ്റ് ടു PDF ഇൻബിൽറ്റ് ആയിട്ട് 2016 ഓപ്ഷനിലൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് അഡോബ് PDF എൻ്റെ ഇൻബിൽറ്റാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, വേണമെങ്കിൽ നമുക്ക് പേപ്പർ സെലക്ട് ചെയ്യണമെങ്കിൽ A4 കൊടുക്കാൻ പറ്റും. കൊടുത്തില്ലെങ്കിലും വലിയ പ്രോബ്ലംസ് ഉണ്ടാവാറില്ല. ജസ്റ്റ് ക്ലിക്ക് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇത് PDF ബിൽഡ് ചെയ്യുന്നു. കാരണം നമുക്ക് 5 കുട്ടികളാണുള്ളത്. അപ്പോൾ 5 PDF ഫയലാണ് വരിക. നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, നമ്മുടെ ഡൗൺലോഡ്സിലേക്ക് തന്നെ നമുക്ക് പോകാൻ പറ്റും. ഡൗൺലോഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ചെയ്യാം. ഡോക്യുമെൻ്റ് 1 എന്നുകൊണ്ടാണ് നമ്മൾ സേവ് ചെയ്തേക്കണത് PDF. സോ ഇവിടെ PDF ബിൽഡിങ് കാണിക്കുന്നുണ്ട്. നമുക്ക് അതിനുശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയും ചെയ്യാം. സോ PDF 5 പേജ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. PDF 1 സേവിങ്, ദെൻ ഓക്കെ, അത് തുറന്നു തന്നെയുണ്ട് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇതാണ് പ്രോഗ്രസ് കാർഡ് വന്നേക്കുന്നത്. ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ കണ്ടോ, സിമ്പിളായിട്ട് വന്നു. രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ അനൂപ്, മൂന്നാമത്തെ സ്റ്റുഡൻ്റാണ് നമുക്ക് ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടി അർജുൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സലും വേർഡും കൂടി കമ്പൈൻ ചെയ്ത് മെയിൽ മെർജ് എന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഫയൽസ് ഇഷ്ടം പോലെ സിമ്പിളായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളാന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. See you all in my next video with another topic.